അല്ലാഹു നൽകുമാറാകട്ടെ. അവരൊക്കെ ഭാഗ്യം കിട്ടിയവരാ. എന്താണ് കാരണം? മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. ആ ചിന്ത ഉള്ളപ്പോൾ ജീവിതം എപ്പോഴും ധന്യമായിരിക്കും. നമ്മുടെ ശരീരത്തിലുള്ള അഹങ്കാരങ്ങൾ നീങ്ങിപ്പോകും, നമ്മുടെ ശരീരത്തിലുള്ള മോശത്തരങ്ങൾ നീങ്ങിപ്പോകും. അതുകൊണ്ട് എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. അതുപോലെ മറ്റൊരു ഘട്ടമാണ് മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായി മരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രം പോരാ, രണ്ടാമതായിട്ട് മരിക്കുന്നതിന് മുമ്പ് ആ മരണത്തിനെ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞ മരിക്കാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമ്മൾ മരിക്കുമെന്നറിയില്ല, എപ്പോൾ മരിക്കുമെന്നും അറിയില്ല. പരിശുദ്ധമായ ഖുർആനിൽ 5 രഹസ്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അതിൽ ഒന്ന് എപ്പോൾ മരിക്കുമെന്നറിയില്ല. ഇതൊക്കെ മരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഏത് സമയം മരിക്കേണ്ടി വന്നാലും ആ മരണത്തിന്റെ മുന്നിൽ വെച്ചു കൊടുക്കാൻ കൂമ്പാരക്കണക്കിന് ഇബാദത്തുണ്ടോ, കെട്ടുകണക്കിന് ഇബാദത്ത് നമുക്കുണ്ടോ? 10, 80, 30, 40 വയസ്സ് കഴിഞ്ഞ എത്രയോ ആളുകളാണ് സദസ്സിലുള്ളത്. 40 വർഷം നമ്മൾ ജീവിച്ചില്ലേ, 40 വർഷം നമ്മൾ ആരോഗ്യത്തോടെ ജീവിച്ചില്ലേ, 80 വയസ്സോളം നമ്മൾ ഭൂമിലോകത്ത് ജീവിച്ചില്ലേ, 60 വയസ്സോളം ഭൂമിയുടെ മാർഗത്തിലൂടെ ചവിട്ട് നമ്മൾ നടന്നില്ലേ? എന്താ നമ്മൾ സമ്പാദിച്ചത്? എന്താ നമ്മൾ നേടിയെടുത്തത്? എന്താ നമുക്ക് കിട്ടിയ ലാഭം? ചിന്തിക്കാറുണ്ടോ? എത്ര വക്കത്ത് നമസ്കാരങ്ങളാ നമുക്ക് പൊളിഞ്ഞു പോയത്? എത്ര ഇബാദത്തുകളാ നമുക്ക് നന്മയോടെ നിർവഹിക്കാൻ കഴിഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനോടൊരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നമസ്കരിക്കാറുണ്ട്, പക്ഷേ എനിക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വരുന്നില്ല നബിയേ. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഒരു വഖത്ത് പോലും മുടങ്ങാതെ 5 നേരം ഞാൻ നമസ്കരിക്കാറുണ്ട്, പക്ഷേ എന്റെ നമസ്കാരത്തിൽ എനിക്ക് ഭക്തിയില്ല നബിയേ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നില്ല നബിയേ. അല്ലാഹുവിനോടുള്ള ഭയത്തോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ, സമാധാനത്തോടെ എനിക്ക് നമസ്കരിക്കാൻ വല്ല മാർഗവുമുണ്ടോ നബിയേ? നമുക്കുമുള്ളൊരു പ്രശ്നമാണ്. നമുക്കും നമസ്കരിക്കുമ്പോ നമുക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. ഭക്തിയോടെ ഉള്ള ഒരു നമസ്കാരം, ഭയഭക്തിയോടെ കൂടിയുള്ള ഒരു നമസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ഒരു പ്രശ്നം അത് തന്നെയാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ മാത്രം ആലോചിച്ചുകൊണ്ട് മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഒന്ന് നമസ്കരിക്കാൻ എങ്ങനെ കഴിയാ? നമുക്കുമുള്ളൊരു പ്രശ്നം അത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പരിഹാരം പറഞ്ഞു കൊടുക്കുകയാ. സഹാബത്തെ, വഅമൽ ആഖിറതിക കഅന്നക തമൂതു ഗദാ, നബിയനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നമസ്കാരത്തിൽ നിനക്ക് ഭക്തി വരുന്നില്ല അല്ലേ? നമസ്കാരത്തിൽ നിനക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നില്ലല്ലേ? എങ്കിൽ നീ കേട്ടോ, വഅമൽ ആഖിറതിക കഅന്നക തമൂതു ഗദാ. ളുഹർ നമസ്കാരം കഴിയുമ്പോ അസ്ർ നമസ്കരിക്കാനുള്ള ഭാഗ്യമില്ല. അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിന് വരാനുള്ള ഭാഗ്യമില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇശാ നമസ്കാരത്തിനുള്ള ഭാഗ്യമില്ല. ഓരോ വഖത്ത് കഴിയുമ്പോഴോ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയോ. വഅമൽ ആഖിറതിക, പരലോകത്തിന് വേണ്ടി നീ ഇബാദത്ത് ചെയ്തോ. കഅന്നക തമൂതു ഗദാ, നാളെ ഞാൻ മരിക്കോ, നാളെ ഞാൻ മരിക്കോ, നാളെ ഞാൻ മരണപ്പെട്ടു പോകുമെന്നുള്ള ഓർമ്മയോട് ഓരോ ദിവസവും ഇബാദത്ത് ചെയ്ത നിനക്ക് ഭക്തിയോടെ നമസ്കരിക്കാൻ കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയാ,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിനക്ക് സമാധാനത്തോടെ നമസ്കരിക്കണമെങ്കിൽ നീ അല്ലാഹുവിനെ കുറിച്ച് നിനക്ക് ഭക്തിയോടെയുള്ള ജീവിതം നിനക്ക് വേണമെങ്കിൽ നാളെ നിന്റെ ശരീരം ചലനമറ്റ് പോകുമെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എങ്കിൽ തീർച്ചയായും നിന്റെ ഇബാദത്ത് ഭംഗിയാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ തയ്യാറെടുപ്പുള്ളവർക്കാണ് ഇബാദത്ത് ഭംഗിയാവുക. പിന്നെ അവർക്ക് ഇബാദത്ത് ചെയ്യുവാൻ ഒരു മടിയുണ്ടാവൂല. പിന്നെ അവർക്ക് ഇബാദത്ത് ചെയ്യുവാൻ ഒരു മടിയും ഉണ്ടാവൂല. സത്യത്തിൽ നാം എപ്പോഴും ചിന്തിക്കേണ്ട, ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന് 3 കാര്യങ്ങൾ മാത്രമേ അവന്റെ സ്വന്തമെന്ന് പറയാൻ കഴിയൂ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ വാങ്ങിക്കൂട്ടിയാലും, എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും, എന്തൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചാലും 3 കാര്യങ്ങൾ മാത്രമേ മനുഷ്യനുണ്ടാവൂ. ഏതൊക്കെയാ 3 കാര്യങ്ങൾ? അകൽത ഫഅഫനൈത, ലബിസ്ത ഫഅബലൈത, തസദ്ദഖത ഫഅംലൈത, വമാ സിവാ ദാലിക ഫദാഹിബൻ വതാരിഖുഹു ലിന്നാസ്. അകൽത ഫഅഫനൈത, നീ തിന്നു കഴിഞ്ഞത്. ഇന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുന്നു, രാത്രിയുടെ ഭക്ഷണം കഴിഞ്ഞു, കൈ കഴുകി. ആ കഴിച്ചത് നിനക്കുള്ളതാ. ആ കഴിച്ച നിന്റെ ശരീരത്തിലേക്ക് പോയി എങ്കിൽ നീ കഴിച്ച ആഹാരം എന്ന് പറയാം. ലബിസ്ത ഫഅബലൈത, നീ ധരിച്ച് തുരുമ്പിച്ച് നശിച്ചു പോയ നിന്റെ വസ്ത്രം, നീ വാങ്ങിയ പുതിയൊരു വസ്ത്രം നീ ധരിച്ച് അത് നുരുമ്പിച്ച് നശിച്ചു പോയി എങ്കിൽ ആ വസ്ത്രം നീ ധരിച്ചു എന്ന് പറയാം. നിന്റെ സ്വന്തം വസ്ത്രം നീ ധരിച്ചു. തസദ്ദഖ്ത ഫഅംലൈത, നിന്റെ സമ്പത്തിൽ നിന്നും നീ എന്താണോ ധർമ്മം ചെയ്തത്, നീ എന്താണോ സദഖയായി കൊടുത്തത്, അതും നിന്റെ സ്വന്തമെന്ന് നിനക്ക് പറയാം. നിന്റെ സമ്പത്തിൽ നിന്നും, നിന്റെ അധ്വാനത്തിൽ നിന്നും നീ മെച്ചം വെച്ച നിന്റെ വസ്തു, നിന്റെ സമ്പത്ത്, നിന്റെ വസ്ത്രം, അതെല്ലാം നീ സദഖ കൊടുക്കുമ്പോ അത് നിന്റെ സ്വന്തമാണെന്ന് നിനക്ക് അവകാശപ്പെടാം. പക്ഷേ ഇതല്ലാത്ത ഒരു വസ്തു നിനക്ക് സ്വന്തമല്ല. രാവിലത്തേക്ക് വേണ്ടി നിൽക്കുന്ന ആഹാരമുണ്ടല്ലോ, അത് നിനക്ക് കഴിക്കുവാനുള്ള ഭാഗ്യമില്ല. ഉച്ച സമയത്ത് നിനക്ക് വേണ്ടി ആഹരിക്കുന്ന, നിനക്ക് വേണ്ടി തയ്യാറാക്കുന്ന ആഹാരമുണ്ടല്ലോ, അതും നിനക്ക് സ്വന്തമല്ല. പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീ മാറ്റിവെക്കുന്ന നിന്റെ ആഹാരമുണ്ടല്ലോ, അത് നിനക്ക് സ്വന്തമല്ല. കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചുകൊണ്ട്, 10,000-കണക്കിന് രൂപകൾ ചെലവഴിച്ചുകൊണ്ട് നീ വാങ്ങി വെക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ആ വസ്ത്രം നിനക്ക് ധരിച്ച് മോഹം തീർക്കാമെന്ന് നീ വ്യാമോഹിക്കണ്ട. കോടിക്കണക്കിന് സമ്പത്തുകളോ നിന്റെ അലമാരക്കകത്ത് വെച്ച് കൂട്ടിവെക്കുമ്പോ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ മടിയാ, നീ നിന്റെ സദസ്സുകൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ മടിയാ. ഒരു വർഷത്തിൽ നിന്റെ അധ്വാനത്തിന്റെ സമ്പത്തുകൾ മെച്ചം വെച്ചിട്ട് ഒരു വിവിധോഘോഷത്തിന് വേണ്ടിയിട്ട് ആർഭാടം കാണിക്കുന്ന പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ട്, ആഭാസത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞ സമ്പത്തുകളുണ്ടല്ലോ, അതൊന്നും നിനക്ക് ഉപകരിക്കില്ല. ഏക്കരക്കണക്കിന് വസ്തുക്കള് അധികാരത്തിലുള്ള എന്റെ പ്രിയമുള്ള ഉപ്പ, നീ മരണപ്പെടുമ്പോ അതിൽ നിന്നും ഒരു തുണ്ട് ഭൂമി പള്ളിക്ക് വേണ്ടി കൊടുക്കാനുള്ള മനസ്സുണ്ടോ? അതിൽ നിന്നും ഒരു തുണ്ട് ഭൂമി പാവപ്പെട്ടവന് കൊടുക്കാനുള്ള മനസ്സുണ്ടോ? നീ ധർമ്മം ചെയ്യുന്നത് മാത്രമാണ് നിനക്ക് ഉപകരിക്കുക, അതല്ലാത്ത ഒരു വസ്തു നിനക്ക് ഉപകരിക്കില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിച്ചു എന്ന് പറയാം.
ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധരിച്ചു എന്ന് പറയാം, സ്വതക്ക കൊടുത്താൽ അതും എന്റെയാണെന്ന് പറയാം. ഇത് മൂന്നുമല്ലാത്ത ഒരു വസ്തുവും നമുക്കുണ്ടാവില്ല. നമ്മൾ ബാക്കിയാക്കിയിട്ട് പോകുന്ന സമ്പത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന മക്കളുണ്ടാകും. നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്ന സമ്പത്തിന് വേണ്ടി അടിപിടി കൂടുന്ന കുടുംബക്കാരുണ്ടാകും. അതല്ലാത്ത ഒന്നും നമുക്ക് ലാഭമായിട്ട് കിട്ടൂല. നമുക്ക് സമ്പത്തുകൾ മാറ്റി വെച്ചിട്ട് പോയാ, നമുക്ക് വേണ്ടിയിട്ട് സുഖങ്ങൾ മാറ്റിവെച്ചിട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറുകൾ, നമ്മുടെ ഉമ്മമാർ അന്തി ഉറങ്ങുന്ന കബറുകൾ, ആ കബറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്നിട്ട് അവർക്ക് എന്താ ലാഭമായി കിട്ടിയത്? അവർ പള്ളിക്ക് വേണ്ടി കൊടുത്തതും മതവിജ്ഞാന സദസ്സുകൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തതും അവർ തിന്നതും അവർ കുടിച്ചതും അവർ ധരിച്ചതും മാത്രം അവർക്ക് സ്വന്തം. അതല്ലാത്തതെല്ലാം ഈ ഭൂമി ലോകത്ത് അവർ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെയുള്ളൊരു മരണം നമുക്ക് കടന്നു വരുമ്പോ ആ മരണത്തിന് സുഖമുണ്ടോ? ആ മരണത്തെ കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തെ ഏറ്റവും സുഖത്തിൽ മരിച്ച വ്യക്തി ആരാണ്? ആർക്കും കിട്ടാത്ത ഒരു സുഖം കിട്ടിയ മനുഷ്യനുണ്ട് കേട്ടോ. ലോകത്തെ സന്തോഷത്തോടെ മരിച്ച, ലോകത്തെ ആഹ്ലാദത്തോടെ മരിച്ച ഒരേ ഒരു വ്യക്തി മാത്രമാണുള്ളത്. അത് നബിയുനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്. സുഖത്തോടെ മരിച്ച വ്യക്തി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഇത്രയും സുഖത്തോടെ മരിച്ച ഒരു വ്യക്തിയുമില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഇത്രയും സന്തോഷത്തോടെ മരിച്ചൊരു വ്യക്തിയുമില്ല. അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ആനുകൂല്യത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, ആഹ്ലാദത്തിൽ മരിച്ച ഒരേ ഒരു വ്യക്തിത്വം അത് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്താഹി والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മുത്തേ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന് അമ്മ കൊടുത്ത വസന്തമേ നബി മുഹമ്മദ് മുസ്തഫ, ഏറ്റവും നല്ല സന്തോഷമുള്ള മരണം കൈവരിച്ച ലോകത്തിന്റെ തുല്യതയില്ലാത്ത നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലല്ലയോ മരണത്തിന്റെ വേദനയെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. വിഷമത്തോടെ കണ്ണിൽ നിന്ന് ധാരധാരയായ കണ്ണുനീരുകളോ അസുരഗണങ്ങൾ പൊടിഞ്ഞിറങ്ങണം ഉമ്മ. ഏറ്റവും വലിയ സുഖത്തിൽ മരിച്ച ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല് മരണത്തിന്റെ ശയ്യയിൽ കടന്നുകൊണ്ട് നിലവിളിച്ചു പോയി. അല്ലാഹു കൊടുത്ത മുഴുവൻ ആനുകൂല്യങ്ങൾ കിട്ടിയപ്പോ മരണത്തിന്റെ പിടിയിൽ കടന്നുകൊണ്ട് നിലവിളിച്ചു പോയി ത്വഹ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ